ശരിക്കും പറഞ്ഞാൽ തങ്കത്തിൻ്റെതായിട്ടുള്ള ഒന്നുമല്ല ഞാൻ. തങ്കത്തോട് ഞാൻ കാണിക്കുന്ന ആ സ്നേഹമൊക്കെ ഒരുപക്ഷെ ഞാൻ അമ്മയും ഞാനും കൂടെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. പഴയ ചിന്താഗതി കുറച്ചുണ്ട് എൻ്റെ ഉള്ളിൽ, എന്നാൽ പുതിയതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അംഗീകരിക്കേണ്ടത്. കുശുമ്പും കുണ്ടായ്മയൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ തന്നെ കൂട്ടി വെച്ചേക്ക. അപ്പൊ ഞാൻ ആ പാത്രം കൊണ്ട് ഒരു കുത്തു കൊടുത്തു. എനിക്ക് ഒരിക്കൽ ഒരു ഓപ്പോൾ എന്നൊരു സീരിയലിനിടയിൽ എനിക്ക് പൊള്ളലേറ്റില്ല. ബാക്ക് സൈഡ് ഫുള്ള് താഴെ വരെ പൊള്ളി. ഒരു റൊമാൻറ്റിക് ഹസ്ബൻഡ് ആണ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടവും കൂടെ. പകുതി പൈനാപ്പിൾ തരാം, ഇച്ചിരി ഇത് തരുമോ? ടേസ്റ്റ് പോലും ചെയ്യാതെ ആ ടീം തീർത്താൽ മതിയെങ്കിൽ ഞങ്ങൾ തീർത്തു. നിറങ്ങളും പൂക്കളും നമ്മുടെ വീടുകളുടെ മുറ്റത്ത് മാത്രമല്ല, നമ്മുടെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഈ 10 ദിവസമാണ് നമ്മുടെ സ്വന്തം ഓണം. ഈ ഓണം നിങ്ങൾക്കായിട്ട് നമ്മുടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്ന ടീം അളിയൻസിനെയാണ്. സോ വെൽക്കം ഓൾ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും നല്ല ഫണിയാന്ന് എനിക്കിപ്പം ബാക്ക് സ്റ്റേജിൽ എന്താ മനസ്സിലായി. ലൈക്ക് എല്ലാവരും ഭയങ്കര ലൈവ്ലിയും ഹാപ്പനിങ്ങുമാണ്. അപ്പം ഇൻ റിയൽ ലൈഫ് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് എങ്ങനെയാണ്? ആദ്യം മഞ്ജു ചേച്ചി. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഞങ്ങളുടെ അലിയൻസ് ഫാമിലിയുടെയും വക. അപ്പോ ശരിക്കും പറഞ്ഞാൽ തങ്കത്തിൻ്റെതായിട്ടുള്ള ഒന്നുമല്ല ഞാൻ. തങ്കം ഭയങ്കര പഴയ ചിന്താഗതിയുള്ള ഒരു സ്ത്രീയാണ്. ഞാൻ അങ്ങനെയല്ല, മോഡേൺ ആണ്, ഭയങ്കര ഹാപ്പനിങ് ആണ്. ഞാൻ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരാൾ. നമ്മുടെ റിയൽ ലൈഫിലെ റിയാസിക്കയും നമ്മുടെ പ്രോഗ്രാമിലുള്ള ക്ലീറ്റോയും എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ സിമിലാരിറ്റി എന്താണ്? പ്രത്യേകിച്ച് ഒരു സിമിലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലീറ്റോ എന്ന് പറഞ്ഞാൽ ഉടായ്പിന്റെ അങ്ങേറ്റമാണ്, ആശാനാണ്. അതെ. പക്ഷെ ഇല്ല, അതാണ്. അതിൽ നിന്ന് വേറെ വിപരീതമായിട്ട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും അല്ല. പിന്നെ അത് കഥാപാത്രമാണല്ലേ, അങ്ങനെ അതുകൊണ്ട് അതിനു വേണ്ടി ഡിഫറെന്റ് ക്യാരക്ടറാണ് ഓൾ ടുഗദർ. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് നാടൻ സംഭവങ്ങളും അങ്ങനെ പൊക്കോണ്ടിരിക്കേണ്ട ഒരാളാണ്. കാരണം പഴയ ചിന്താഗതി കുറച്ചുണ്ട് എൻ്റെ ഉള്ളിൽ, എന്നാൽ പുതിയതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, അംഗീകരിക്കേണ്ടത്. എല്ലാ കൂത്താട്ടവും നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. കനകൻ ചേട്ടൻ എന്ന് പറയുന്ന അതിൽ കാണുന്നതും നമ്മുടെ ആക്ച്വൽ അനീഷ് ചേട്ടനും തമ്മിലുള്ള ഡിഫറൻസോ സിമിലാരിറ്റീസോ എന്തൊക്കെയാണ്? ഞാനും ജീവിതത്തിൽ ഇങ്ങനെ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലും കണ്ടാൽ ചിലപ്പോൾ കാര്യങ്ങൾ 2 ഉപദേശമോ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് നോർമലി ഞാൻ. പിന്നെ അല്ലാതെ തന്നെ ഞാൻ വീട്ടിലെ ഇപ്പോൾ മക്കളടുത്തും വൈഫിനോടൊക്കെ പെരുമാറുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അത് ഏകദേശമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നാറുണ്ട്. പിന്നെ എൻ്റെ സഹോദരിയോട് ഞാൻ എൻ്റെ ചേച്ചിയോട് ഞാൻ പെരുമാറുന്ന രീതി, തങ്കത്തോട് ഞാൻ കാണിക്കുന്ന ആ സ്നേഹമൊക്കെ ഒരുപക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ എൻ്റെ അമ്മയോട് സംസാരിക്കും. ഇപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ ചോദിക്കും, അമ്മയും ഞാനും കൂടെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ അവിടെ സംസാരിക്കുന്നത്. ഇനി നമ്മുടെ ലില്ലി പെണ്ണ് എന്താണ്, സിമിലാരിറ്റി ആണോ ഡിഫറെൻ്റ് ആണോ? കുശുമ്പും കുണ്ടായ്മയൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. ചേച്ചിയായിട്ടൊക്കെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്ന് ഞങ്ങൾ എടുക്കുന്നതാണ്. പക്ഷെ അല്ലാത്തുള്ള ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഇതില് ഭയങ്കര ഇങ്ങനെ ഏട്ടാന്നൊക്കെ വിളിച്ചെടുക്കുന്ന അങ്ങനത്തെ ഉള്ള ആളല്ലാന്ന് തോന്നുന്നു. അല്ല. അപ്പൊ നമുക്കിനി ഈ നിങ്ങൾ ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ ഇനി എത്ര സത്യമാണ് എത്ര കള്ളമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരാളും കൂടി ഇവിടെ ഉണ്ട്, നമ്മുടെ ഡയറക്ടർ. അപ്പൊ ശരി, അതുകൊണ്ടാണ് ആദ്യം അവിടെ നിന്ന് ചോദിച്ചിട്ട് വന്നത്. അപ്പൊ ഇനി ഡയറക്ടർ പറയണം ഈ ക്യാരക്ടറും ഇവര് പറഞ്ഞ തമ്മിൽ. വളരെ ശരിയാണ്. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മാത്രമല്ല ജനറൽ വ്യൂവേഴ്സിന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് കൂടുതൽ തോന്നാറില്ല. ഇത്ര റൈറ്റേഴ്സ് ആണ് ചെയ്യുന്നത്, മീൻസ് ഇത്ര എങ്ങനെ ചെയ്യാൻ പറ്റുന്നത്? 100-ൽ കൂടുതൽ, എനിക്ക് 100 എണ്ണി പറയാൻ പറ്റാത്ത അത്രത്തോളം റൈറ്റേഴ്സ് ഇതിൽ വന്നിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും എഴുതുന്നുണ്ട്. ദീപ്തിയുടെ നല്ല കഥ ഉണ്ടെങ്കിൽ അതും അടുത്തൊരു കഥ കൊണ്ട് ഞാൻ വരുന്നതാണ്. ഗെയിമിലോട്ട് പോയാലോ? അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അത് ആരാണോ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് അവരിലോട്ട് ഇങ്ങനെ ഫിംഗർ ചെയ്യാം, അത്രേ ഉള്ളൂ. കണ്ണാടി ഉള്ളതുകൊണ്ട് ഇടയിൽ കൂടെ നോക്കരുത്. സെറ്റില് ഏറ്റവും കൂടുതൽ ലേറ്റായി വരുന്ന ഒരാള്. എന്റെ കൈയുണ്ട്. ഏറ്റവും വേഗം എളുപ്പം എത്തുന്ന ആള്. ടൈമിന് കറക്റ്റ് എത്തുന്നത്. ഓക്കെ.
പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ദേഷ്യം വരുന്ന ഒരാള്. അങ്ങനെ ഉള്ളൂ. അനീഷേട്ടനാണ്. അപ്പൊ മഞ്ജു ചേച്ചി അനീഷേട്ടനാണ് പെട്ടെന്ന് മഞ്ജു ദേഷ്യം അത് വരുന്നത്. പ്രകടിപ്പിക്കും, അനുഷ്ഠേട്ടൻ പക്ഷെ അത് പ്രകടിപ്പിക്കത്തില്ല. അനുഷ്ഠേട്ടൻ അത് ഇങ്ങനെ കാണുമ്പോൾ അറിയാം. ആൾക്കാർ തെറ്റിദ്ധരിക്കും. ദൈവമേ, ഞാനത് പറഞ്ഞങ്ങ് തീർക്കും. ചേട്ടാ അതുവഴി ഇതുവഴിയൊക്കെ. ഏറ്റവും കൂടുതൽ ഫുഡിന് പ്രശ്നം ഉണ്ടാക്കുന്ന ആള്. സൗമ്യ. അനീഷേട്ടൻ ചൂട്ടുന്നില്ല. അല്ലേ എനിക്കങ്ങനെ ഡയറ്റ് എടുക്കുമ്പോ ഇവള് കുഴപ്പമില്ല. ഫുഡിന് പൊതുവെ പ്രശ്നമാണല്ലേ? ഡെയിലി ഒരേ സാധനങ്ങളാകുമ്പോ പറയും. പിശുക്കത്തരമുള്ള ആളാണ്. ആരാണ്? ഞാൻ പിശുക്കിന്റെ അങ്ങേ അറ്റമാണ് അവള്. അതെ, ഇവരെ ഞാൻ പറയില്ല, ഇവര് സേവ് ചെയ്യണതിനോട് നമ്മൾ പറഞ്ഞല്ല, ഇവര് രണ്ടാളെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, ഇവർ രണ്ടുപേരുടെ എഫേർട്ട് കൊണ്ട് രണ്ടുപേരും വീട് വെച്ചു എന്നുള്ളത്. അതൊരു വലിയ അപ്രീസിയേഷൻ. ഞാൻ പറഞ്ഞില്ലേ, അത് രണ്ടുപേർക്കും എന്റെ ഭാഗത്തുനിന്നൊരു നമുക്കൊരു കയ്യടി കൊടുക്കാം അല്ലേ? രണ്ടുപേർക്കും അവരുടെ രണ്ടുപേരുടെ എഫേർട്ട് തന്നെയാണ്. നമ്മുടെ തങ്കത്തിന്റെ നമ്മൾ അളിയൻ ഫാമിലി നമ്മൾ കണ്ടു. ഇനി നമ്മുടെ തങ്കത്തിന്റെ ഒറിജിനൽ ഫാമിലി നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതാണ് തങ്കത്തിന്റെ പപ്പ, മമ്മി, TM പത്രോസ്, റീത്ത പത്രോസ്, മഞ്ജു പത്രോസ്, എഡ് ബെർണാഡ്. അതെന്റെ അനിയത്തി. അനിയത്തി എന്ന് പറയുമ്പോ പലർക്കും സംശയമുണ്ട്, ആങ്ങളയുടെ ഭാര്യയാണ്. ബട്ട് സ്വന്തം അനിയത്തി. അപ്പൊ ചേച്ചിയുടെ ബ്രദറിന്റെ വൈഫാണ്, ബ്രദറിന്റെ മോള് കുഞ്ഞാറ്റ. മോന്റെ പേരെന്താ? മോന്റെയോ? ഹന. അപ്പൊ മോന്റെ അടുത്ത് ആദ്യത്തെ ചോദ്യം ചോദിക്കുക, വീട്ടിൽ എങ്ങനെയാണ് അമ്മ? ഇപ്പൊ നമ്മുടെ സെറ്റിലൊക്കെ നല്ല അടിച്ചുപൊളി നല്ല അടിപൊളി ഒരു ചേച്ചിയാണ്. വീട്ടിൽ എങ്ങനെയാണ്? ഇതുപോലെ ചിരിയാണോ അതോ വരക്കൊക്കെ കിട്ടുവോ? ചിരിയൊക്കെ തന്നെയാണ്. ആണോ? അപ്പൊ മാർക്കൊക്കെ കുറഞ്ഞാലൊക്കെ വരക്ക് പറയുമോ? ആവശ്യമുള്ളവർക്ക് വഴക്കൊക്കെ പറയും. ഞാൻ എപ്പോഴാ അമ്മ വഴക്ക് പറഞ്ഞേക്കണേ? ഞാനാ വഴക്ക് പറയണത്. അപ്പൊ ഇവര് 3 പേരില് കൂടുതൽ വരക്ക് പറയുന്ന ആരാ? ഏറ്റവും കൂടുതൽ അത് ചിരിക്കും. അമ്മയാണ്. അപ്പം മഞ്ജു ചേച്ചിയുടെ ഒരു ഗ്രോയിങ് ഏജില്, യങ് ഏജ് തൊട്ട് എങ്ങനെയാണ് ആൾ ഇതുപോലെ ഭയങ്കര ഇപ്പൊ കാണുന്ന കൂട്ടാണോ അതോ കൊച്ചിലെ എങ്ങനെയായിരുന്നു? മഞ്ജു ഇപ്പോഴത്തെ പോലെ തന്നെയാണ്. അതുപോലെയായിരുന്നു. ഭയങ്കര വായാടി, വർത്താനം, കളി, ചിരി, ഡാൻസ്. എവിടെ ഡാൻസും പാട്ടും ഉണ്ടോ അവിടെയൊക്കെ പോയി ഒളിഞ്ഞു നോക്കിന്ന് എല്ലാം കണ്ടു. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ്. എന്തിനും നമ്മൾ പറയണ്ട, അപ്പൊ തന്നെ തുള്ളിക്കോളും. ഒരു ഡാൻസ് കളിക്കാവോ മഞ്ജു എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ കളിക്കും. അറിയാൻ പാടില്ല. അപ്പൊ അമ്മച്ചി ചേച്ചീനെ വഴക്കും അടിയൊക്കെ കൊടുത്തിട്ടുണ്ടോ കൊച്ചിലെ? എന്റെ പൊന്നെ, എന്റെ പപ്പ എന്നെ ഈർക്കിലും കൊണ്ട് പോലും തല്ലിയിട്ടില്ല. അപ്പൊ ആരെയും വഴക്ക് പറയില്ല. പക്ഷെ ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അവർ ഇത്രയൊക്കെ ആയത്. അമ്മച്ചില്ലേ എന്താണോ കൈ കിട്ടുന്നത്, വെളിച്ചെണ്ണ കുപ്പി കൊണ്ട് വെളിച്ചെണ്ണ ഇടാൻ വേണ്ടി വിളിക്കും തലയില്. അന്നൊക്കെ തല നിറച്ചും വെളിച്ചെണ്ണയാണ്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. മുഖത്തൊക്കെ വന്ന് മുഖത്തൊക്കെ വെച്ച് തേക്കും. അപ്പൊ ഞാൻ ഓടും. പിടിച്ചിട്ടില്ലേ എന്താടി അങ്ങനെ പിടിച്ച് കുത്തും. വീട്ടിലൊരു പാത്രമുണ്ട്, ഒരു സ്റ്റീലിന്റെ പാത്രം, അതിന്റെ മൂട് ഞണങ്ങിയിരിക്കുന്നത്. പപ്പ എനിക്ക് ചോറ് നമുക്ക് ചോറ് കൊടുത്തപ്പോഴത്തേനോ ഇങ്ങനെ വായിൽ വെച്ചോണ്ടിരിക്കുമല്ലേ ചെറുപ്പത്തിലെ. അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് അമ്മമാർക്ക് മക്കൾ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ച് വയറ് നിറയണമല്ലോ. അതാണല്ലോ. അപ്പന്മാർക്ക് പിന്നെ അതൊന്നും പ്രശ്നമല്ലല്ലോ. അല്ല, അവർക്ക് വയറ് നിറഞ്ഞോ ഇല്ലെന്നൊന്നുമില്ല. അപ്പൊ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവള് ഇങ്ങനെ തന്നെ കൂട്ടി വെച്ചേക്ക. അപ്പൊ ഞാൻ ആ പാത്രം കൊണ്ട് ഒരു കുത്തു കൊടുത്തു. ഓത്തിട്ട് തന്നെ ഈ വായിന്ന് ഇറക്കൂല്ലാത്ത എന്തേന്ന് ചോദിച്ചു. അത് കണ്ടിട്ടാ പപ്പ വന്ന വേഗം ആ ചോറും പാത്രം കൊടുത്ത് ഒറ്റ ഏറ് കൊടുത്ത്. കൊച്ചിനെ പിടിച്ച് നീ ഇങ്ങനെ കുത്തി ഓടിയെന്നും പറഞ്ഞു. അപ്പൊ പിന്നെ പപ്പേനെ കാണുമ്പോ പിന്നെ തുടങ്ങുമല്ലോ. അപ്പൊ അതിന്റെ ആ പാത്രം ഇപ്പോഴും അതിന്റെ മൂട്. ഞാൻ പ്രീതി വന്നപ്പോ ഞാൻ പ്രീതിനോട് പറഞ്ഞു, ഈ പാത്രം ഏതാന്ന് അറിയാമോ? മഞ്ജുവിനെ ഇങ്ങനെ പാത്രം കൊണ്ട് കുത്തിയിട്ട് പപ്പ എടുത്ത് എറിഞ്ഞ പാത്രം. അപ്പൊ ഇതെന്തായാലും ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം യൂട്യൂബില് ഫാൻസ് വരും അല്ലേ? പിള്ളേരൊന്നും പറയൂല എന്ത് തെറ്റ് ചെയ്താലും. ഇപ്പൊ ഈ കുഞ്ഞിനാണെങ്കിലും അതെ, നമ്മൾ എന്തെങ്കിലും പഠിക്കുന്ന പറയാ അതിപ്പോ അങ്ങനെ പഠിക്കണ്ട, അവർക്ക് ഇഷ്ടമുള്ള പോലെ പഠിച്ചാൽ മതി, അങ്ങനെ പിള്ളേരെ പറയുള്ളൂ. അപ്പൊ ഒരു അച്ഛൻ മോളായിരുന്നോ? ഡാഡീസ് ഗേൾ ആയിരുന്നോ? ഇവര് പപ്പയും കൂടി. എന്നെ ഇഷ്ടമല്ലാത്ത വഴക്ക് പറയണോണ്ട്. പക്ഷെ ഇപ്പൊ അമ്മച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അന്നേരം അമ്മച്ചിയാണല്ലോ ശത്രു. 24 മണിക്കൂർ ഇടിയാണല്ലോ. പഠിക്കുന്നൊക്കെ പറയണതേ, പഠിക്കുന്നൊക്കെ പറയുമ്പോ ഇഷ്ടമല്ലല്ലോ. നമ്മള് പഠിക്കാൻ പറഞ്ഞ ഇഷ്ടമല്ല, പിന്നെ കുളിക്കാൻ വിളിക്കുമ്പോ ഇഷ്ടമല്ല, ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമല്ല. സമയം കൂടി കളിക്കാൻ പാടില്ല. അതാ കുളിക്കാനൊക്കെ സമയം എടുക്കൂലേ, പെണ്ണു വിളിച്ചാൽ മതിയല്ലോ. അപ്പൊ ചേച്ചി നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടുന്നത്. പാട്ടും അമ്മയുടെ പാട്ടാണോ? അയ്യോ അങ്ങനെ പറയല്ലേ. എന്റെ അമ്മ ഭയങ്കര ചിരി. എന്താണ് അമ്മച്ചിക്ക് പാടാൻ നേരത്തുണ്ടല്ലോ, എവിടെന്നാളും എനിക്ക് ഇന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഒരു പ്രത്യേക ശബ്ദം. ചളാക്കരുതട്ടോ.
നമുക്കിപ്പോ ഓഡിയൻസിന്റെ ഇടയിൽ ആ പ്രത്യേക സൗണ്ട് ഒന്ന് നോക്കിയാലോ. അപ്പൊ ഇനി നിങ്ങൾ എല്ലാരും കൂടെ ഒരുമിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് കംപ്ലീറ്റ് അലിയൻസ് ടീമിന്റെ വക, നമ്മുടെ മഞ്ജു ചേച്ചിയുടെ വക പ്രത്യേകം ഒരു ഹാപ്പി ഓണം എന്ന് പറഞ്ഞേക്കെ. ഒരു കാര്യം കൂടെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ. ഞാൻ എൻ്റെ വീട്ടില് ഇല്ലാത്ത ഒരാളാ. ഞാൻ വല്ല കാലത്തേ വരുവുള്ളൂ വീട്ടില്. അപ്പോൾ എൻ്റെ മോൻ അവിടെയാണ് നിൽക്കുന്നതും പഠിക്കണതൊക്കെ. ശരിക്കും ഓഡിയൻസിന് താങ്ക്സ്. ഇപ്പോൾ നമ്മൾ ആർട്ടിസ്റ്റുകളെല്ലാവരുടെയും സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസ് ആണ്. നമ്മളെ കണ്ട് ആസ്വദിക്കുന്നവരാണ്. അവരോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ ഒരുപടി മുകളിൽ എനിക്ക് നന്ദി പറയേണ്ടവരാണ് ഇവരെല്ലാവരും. അമ്മച്ചിയും പപ്പയും പ്രീതിയും ഒക്കെ ഇല്ലെങ്കിലില്ലേ എൻ്റെ കൊച്ചിനെ ഞാൻ എവിടെ കൊണ്ടുവന്ന് അവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും തിരക്കിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം അമ്മച്ചി ഒരു ദിവസം ഇല്ലെങ്കിലും പ്രീതി എന്നെ പോലെ തന്നെ അവനെ നോക്കും. ഇവരുടെ കൂടെയാണ് അവൻ ജീവിച്ചത്. ഞാൻ വല്ലപ്പോഴും മാത്രം ചെല്ലുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഇവരോട് എൻ്റെ സ്നേഹം അറിയിക്കുകയാണ്. അപ്പൊ എല്ലാരും കൂടെ ഒരു ഹാപ്പി ഓണം. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ള നമ്മുടെ കനകന്റെ ആക്ച്വൽ ഫാമിലിയാണ്. അപ്പം നമ്മുടെ കനക ചേട്ടൻ, വൈഫ്, മൂത്ത മോന്, ഇളയ മോന്. അപ്പൊ ആദ്യത്തെ ചോദ്യം ചേച്ചിനോട് ഒന്ന് ചോദിക്കാം. അതെ, ചോദ്യം കനകനെ കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഇപ്പൊ നമ്മള് നമ്മുടെ വ്യൂവേഴ്സിനെല്ലാം എക്സ്പോസ് ചെയ്യാൻ പോവാണ്. നമ്മുടെ അനീഷ് ചേട്ടൻ വീട്ടിൽ എങ്ങനെയാണ് ആള്? അനീഷ് ചേട്ടൻ കൂളായിട്ടുള്ള ഒരാളാണ്. എന്നാലും അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാറില്ല. പക്ഷെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര ദേഷ്യമാണ്. അല്ലാതെ വേറെ അങ്ങനെ വലിയ പ്രശ്നക്കാരനല്ല, ആളല്ല. അല്ല. അപ്പൊ നമുക്കിപ്പോ അനീഷേട്ടൻ ഇഷ്ടംപോലെ ഫാൻസ് ഉള്ള ഒരാളാണ്. ഇപ്പം നല്ല ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടനായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇതുപോലെ ചേച്ചിയുടെ കൂടുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഈ ഫാൻസ് ആയിട്ട് ഇതുപോലെ? അപ്പൊ ഇൻസെക്യൂർ ആവാറുണ്ടോ? അങ്ങനെ ഇൻസെക്യൂരിറ്റി ഇല്ല. എനിക്കത് സന്തോഷമാണ്. എൻ്റെ ഓഫീസിൽ തന്നെ ഒത്തിരി ഫാൻസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെയാണ്. അതൊക്കെ എനിക്ക് ഒരു സന്തോഷമാണ് ശരിക്കും. അപ്പൊ ചേട്ടൻ പൊതുവേ വീട്ടിൽ വരുമ്പോൾ ചേട്ടൻ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡൊക്കെ എന്താണ്? ഏറ്റവും ഇഷ്ടം എന്താണ്? നമ്മുടെ നോർമൽ കേരള ഫുഡാണോ അതോ വേറെ എന്തെങ്കിലും? എന്താണ് ചേട്ടന് പൊതുവെ ഇഷ്ടമുള്ള? നോർമൽ ഫുഡാണ്. നോർമൽ മീൻസ് നാടൻ ഫുഡാണ് ചേട്ടന് ഇഷ്ടം. എന്താണ് ചേട്ടൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫേവറേറ്റ് മീൻകറി ആയിരിക്കും. കപ്പയും മീൻകറിയാണ് ഇഷ്ടം. അതാണ് ഏറ്റവും ഇഷ്ടം. അതെ. പിന്നെ മാങ്ങ, അല്ലാതെ അതൊന്നും ഇഷ്ടമല്ല. നാടൻ ഫുഡൊക്കെയാണ്. നാടൻ ഫുഡ്. പിന്നെ മോന്റെ അടുത്ത് ചോദിക്കാം, ആസ് എ ഫാദർ എങ്ങനെയാണ് അച്ഛൻ? നല്ല സ്ട്രിക്റ്റ് ആണോ, ലീനിയന്റ് ആണോ, ചിൽ ഫാദർ ആണോ? ചില്ലാണ്. ഒരു ന്യൂജൻ ഫാദർ സ്റ്റൈലാണോ? അത്യാവശ്യം. അപ്പം മോന് അച്ഛന്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് തന്നെ ഈ ഒരു ഫീൽഡ് പ്രോഗ്രസ് ചെയ്യണം എന്നുണ്ടോ? ഇഷ്ടമാണോ? തൽക്കാലം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത് മോൻ? എന്താ ചെയ്യുന്നത്? ബിടെക് പഠിക്കുകയാണ്. സോ യു വുഡ് പെർസ്യൂയിങ് ലൈക്ക് നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണോ പെർസ്യൂ ചെയ്യാൻ ഇരിക്കുന്നത്, അതോ ആക്ടിങ്, മോഡലിംഗ് അതൊക്കെ ഇഷ്ടമാണോ? തൽക്കാലം എനിക്ക് അങ്ങോട്ട് ഇല്ല. ചേട്ടൻ്റെ ഇതിൽ എങ്ങനെയാണ്? മക്കളില് ആ ഒരു ഫീൽഡ് അവർ ഫോളോ ചെയ്യണം എന്നുണ്ടോ? ഒരിക്കലും അവർക്ക് ഇഷ്ടം എന്താണോ ഇഷ്ടം അങ്ങനെ അതുപോലെ മതി. തീർച്ചയായിട്ടും. അപ്പം ചേച്ചിക്ക് ഇപ്പം ഇങ്ങനെ ആസ് എ ആക്ടർ നിങ്ങൾ ഇപ്പം തിരക്ക് കാണും, ഒരു ടിപ്പിക്കൽ ടൈംസ് അല്ലല്ലോ, അവർക്ക് എപ്പോഴും തിരക്കായിരിക്കും. പിന്നെ അപ്പൊ അതൊക്കെ വെച്ചിട്ട് ചേച്ചിക്ക് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ്? ബുദ്ധിമുട്ടാണോ? മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ചേട്ടനെ അത്യാവശ്യത്തിനൊന്നും കിട്ടാറില്ല. ചേച്ചി നടുക്ക് വിളിച്ച് ശല്യപ്പെടുത്തുന്ന കൂട്ടത്തിലാണോ? ഇല്ല, ഞാൻ വിളിക്കാറേ ഇല്ല. അങ്ങനെ വിളിക്കാറില്ല. അല്ല, നോർമലി ഏറ്റവും വലിയ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അതാണ്. സാധാരണ എൻ്റെ ഫ്രണ്ട്സൊക്കെ, ഞങ്ങളിപ്പോൾ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സുമായിട്ട് ടൂറിന് പോവുകയോ അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഈ വീട്ടിൽ നിന്ന് ഭാര്യമാരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരാളല്ല സുമി. നല്ല ഫ്രീഡം എല്ലാം തന്നിട്ടുണ്ട്. അതെ, അത്യാവശ്യത്തിൽ അധികം ഫ്രീഡം തന്നിട്ടുണ്ട് എനിക്ക്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ. പക്ഷെ എന്നെ എപ്പോഴും സുമിയെ ഞാൻ ദൂരെയൊക്കെ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലാതെയൊക്കെ ഓർത്തു പോകുന്ന ചില നിമിഷങ്ങളുണ്ട്. അതായത് വളരെ സ്നേഹത്തോടെ നമ്മളെപ്പോഴും ഓർക്കാറുണ്ട്. അതല്ല, അതിനേക്കാളുപരി എനിക്ക് ഒരിക്കൽ ഒരു ഓപ്പോളെന്നൊരു സീരിയലിനിടയിൽ എനിക്ക് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. പൊള്ളലെന്ന് വെച്ചാൽ എൻ്റെ ഈ ബാക്ക് സൈഡ് ഫുള്ള് താഴെ വരെ പൊള്ളി, എൻ്റെ കൈ 2 പൊള്ളി. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് മുറിയിലേക്ക് ഒരാളും സുമനസ്സോടെ നല്ല മനസ്സോടെ കടന്നു വരാൻ പറ്റില്ല. കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു. നമ്മൾ പൊള്ളലേറ്റ് കിടക്കുന്ന സമയമല്ലേ. പക്ഷെ ആ സമയത്തൊക്കെ എൻ്റെ കൂടെ നിന്ന്, അത് ഒരു പക്ഷേ ഒരു ഭാര്യയുടെ കടമയായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം, എന്താ വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷേ വളരെ ക്ഷമയോടെ നിന്ന് എൻ്റെ ഈ
എന്താണ് ദുർഗന്ധം വമിക്കുന്ന ശരീരത്തിൻ്റെ അഴുക്കുകൾ ഇങ്ങനെ ഒപ്പി ഒപ്പി കളഞ്ഞ് കഴുകിക്കളയുന്ന ഒരു സുമി എൻ്റെ മനസ്സിൽ നിന്നുണ്ട്. ഞാൻ മരിക്കുന്നവരെൻ്റെ മനസ്സിലുണ്ടാവും. കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആ സമയത്ത് ഭയങ്കര വേദനയിൽ ഞാനിങ്ങനെ ഒരുപാട് വഴക്കുകൾ പറഞ്ഞു, ദേഷ്യപ്പെടാറുണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതിനാണ്, ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട്. പക്ഷെ അപ്പോൾ ആ ദേഷ്യത്തെയൊക്കെ അവൾ വളരെ കൂളായിട്ട് കണ്ടുകൊണ്ട് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ 28 ദിവസങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന്, എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത, ഞാൻ അവൾക്ക് എന്ത് ചെയ്താലും ഒരു പക്ഷേ ആ ദിവസങ്ങൾക്ക് പകരം വെക്കാൻ എനിക്കൊന്നും ഉണ്ടാവില്ല. ഓ, അതൊരു നല്ലൊരു കോംപ്ലിമെന്റ് ആണ് തന്നത്. അപ്പൊ ഇനി നിങ്ങളുടെ ഒരു ഓണം, എല്ലാ ഓണത്തിനും അനീഷേട്ടൻ കാണാറുണ്ടോ? അതോ ഈ ഷൂട്ടിന്റെ ആവശ്യങ്ങളായിട്ട് കുറെ ഓണം മിസ്സാവാറുണ്ടോ? കാണാറില്ല. അപ്പൊ ഈ അനീഷേട്ടനും കൂടെ ഉള്ള ഒരു സമയത്തുള്ള ഓണത്തിന്റെ എന്തെങ്കിലും ഒരു നല്ലൊരു മെമ്മറി ക്യാൻ യു ഷെയർ? 20 വർഷമായി ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം എല്ലാ ഓണവും അനീഷേട്ടൻ്റെ കുടുംബ വീട്ടിലാണ്. അവിടെ അമ്മയും 2 ചേട്ടന്മാരും ഒരു ചേച്ചിയും അവരുടെ എല്ലാം ഫാമിലിയും. അപ്പം ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു സമയമാണ് ഓണം എന്ന് പറഞ്ഞാൽ. തിരുവോണ ദിവസം ഇതുവരെ അങ്ങനെ അല്ലാതിരുന്നിട്ടില്ല. അപ്പം എല്ലാവരും കൂടെ വരുന്നു, എല്ലാവരും കൂടെ പാചകം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും നമ്മുടെ എന്റെ മോനോടൊന്നും ചോദിച്ചില്ല, കൊച്ചിനോട്. മോന് മൈക്കും വെച്ച് റെഡി ആയിട്ടിരിക്കുകയാണല്ലേ മോൻ. അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിനോട് സത്യസന്ധതയായിട്ട് പറ, അച്ഛൻ വീട്ടിൽ എങ്ങനെയാണ്? കുഴപ്പമില്ല അത്രേ ഉള്ളോ? വരക്ക് പറയുമോ മോനെ? അധികമില്ല, കുറച്ച് പറയും. ഇല്ല, പറയാറില്ല. അച്ഛന്റെ മോനാണോ അമ്മയുടെ മോനാണോ? മമ്മാസ് ബോയ് ആണോ പപ്പാസ് ബോയ് ആണോ? ആലോചിക്കാണ്. അറിഞ്ഞൂടാ. ഓക്കെ, അപ്പൊ എന്തായാലും പാടും. മോൻ പാടുവോ? പാടും മക്കളെ. നീ അച്ഛൻ പറയാറില്ലേ നമുക്ക് അവസരങ്ങൾ ഇപ്പൊ ഉള്ളേ ഉള്ളു, നാളെ ഇല്ല. നാളെ ഉച്ചക്ക് അച്ഛൻ പറഞ്ഞാൽ പാടാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പൊ പാടു, നമ്മുടെ കൂട്ടുകാരെല്ലാം കാണട്ടെ. വേണ്ട, ഓക്കെ, സാറില്ല. ഉണ്ണിക്കുട്ടന ഓക്കെ, ശരി ശരി. 1 2 3 ഹാപ്പി ഓണം പറയാം. 1 2 3 ഹാപ്പി ഓണം. ഇപ്പൊ നമ്മുടെ റിയാസിക്കയും അതേപോലെ നമ്മുടെ സ്വന്തം സൗമ്യ കുട്ടി ഇവിടെ ഉണ്ട്. അപ്പൊ അവരുടെ നമ്മുടെ ഒറിജിനൽ ഫാമിലി ആയിട്ടൊന്ന് മീറ്റ് ചെയ്യാം. അപ്പം മോന്റെ പേരെന്താണ്? പാർത്ഥിവ്. പാർത്ഥിവ് എത്രയല്ല പഠിക്കുന്നേ? 5. മോന് അമ്മ അടിക്കാറുണ്ടോ വീട്ടില്? അടിക്കോ? അപ്പൊ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അമ്മ എങ്ങനെയാണ്? നല്ല സ്ട്രിക്റ്റ് ആണോ പാവമാണോ? ആവറേജ് ആണ്. അപ്പൊ എല്ലാ സത്യങ്ങൾ, കുഞ്ഞു മനസ്സിൽ കള്ളമില്ല എന്ന് പറയുന്നോട്ട്. മോൻ നല്ല സുന്ദര കുട്ടനാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതെ, അവന് കുറെ ലൈനൊക്കെ ഉണ്ട്. ആ പിള്ളേരെല്ലാം അവന്റെ സൗന്ദര്യം കണ്ടിട്ടാണ് അവനെ പറയാ. ആണോ? ഇല്ല, പിന്നെ ഒന്നാമത് രോഹിണി നക്ഷത്രമാ, കൃഷ്ണനാ. അപ്പൊ ഞാൻ കൊറേ ഗേൾസ് ഇങ്ങനെ ഓടി വരും. ആണോ? ഇപ്പൊ സിംഗിൾ ആണ്. ഓ മൈ ഗോഡ്. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും. സിംഗിൾ റെഡി ടു മിംഗിൾ ആണോ? വെയിറ്റിംഗിലാണെന്ന് തോന്നുന്നു. അതെ. ഇനി നമുക്ക് നമ്മുടെ ക്ലീറ്റോട് സ്വന്തം ഫാമിലി, നമ്മുടെ റിയാസിക്കയുടെ വൈഫും മോനും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇനി ചേട്ടനെ കുറിച്ചുള്ള കുറെ സത്യ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി ചേച്ചീനെ പൊക്കാം. ഇതാണ് ശരിക്കും എന്റെ തങ്കം. റിയാസിക്ക വീട്ടിലും എങ്ങനെയാണ്? ഇതുപോലെ തന്നെ നല്ല ഫണ്ണി ആയിട്ടിരിക്കുന്ന ആളാണോ? ദേഷ്യമൊക്കെ വരാറുണ്ടോ? എങ്ങനെയാണ്? ഇല്ല, വീട്ടില് ഫണ്ണിയൊന്നുമില്ല. അല്ല, എനിക്ക് ഭയങ്കര ദേഷ്യമല്ല, നോർമൽ. അപ്പൊ ചെറിയ ചെറിയ ദേഷ്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഇതുപോലെ ഇങ്ങനെ കളിയും തമാശയും അങ്ങനെയൊക്കെ നല്ല. ഇപ്പൊ ഇവിടെ നല്ല കറേ കിടന്ന് ഇവിടെ കിടന്ന് ജോക്ക് അടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് പാട്ട് പാടുന്നുണ്ട്. വീട്ടിൽ പാടാറുണ്ടോ? വീട്ടിലിങ്ങനെ പാടാറുണ്ടോ? അപ്പൊ ചേച്ചിക്ക് വേണ്ടി പാടാറുണ്ടോ? എനിക്ക് പറയുന്ന പാട്ടൊക്കെ പാടാറുണ്ട്. ഒരു റൊമാൻറ്റിക് ഹസ്ബൻഡ് ആണ്. ഏകദേശം ചേച്ചി നോക്കുന്നു ഒന്നുകൂടെ. ആണെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടവും കൂടെ ശരിക്കും നോക്കട്ടെ. ആണോ? റൊമാൻറ്റിക് ഹസ്ബൻഡ് വേണമെങ്കിൽ പറയാം. ചെറിയ ചൊറിയുള്ള റൊമാൻറ്റിക് ഹസ്ബൻഡ്. അതൊക്കെ മോന്റെ പേരെന്താ? റിഹാൻ. മോൻ ഏതിലാ പഠിക്കുന്നേ? ഞാൻ ഇപ്പൊ 7th. ഏത് സ്കൂളിലാ? അമൃത കേരളീയ വിദ്യാഭ്യാസം അവിടെ പഠിക്കുന്നേ. മോന് പപ്പ എങ്ങനെ വീട്ടിൽ അടിക്കാറൊക്കെ ഉണ്ടോ? വരക്ക് പറയാറുണ്ടോ? ചെറുതായിട്ട് വഴക്ക് പറയാറ് ഉണ്ട്. അടിയൊക്കെ ഉണ്ടോ? ഇടയ്ക്കൊക്കെ ഉണ്ട്.
പപ്പ എങ്ങനാ നല്ലായിട്ട് മോന് പാട്ടൊക്കെ പാടിത്തരാറുണ്ടോ? ഓ മോൻ പാടുവോ? ഞാൻ ഞാൻ പാട്ട് പാടുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളേ ഉള്ളൂ. കാരണം ഇവന്റെ മൂത്തവർ രണ്ടുപേരുണ്ട്. അവര് കോളേജില്ല, അവരൊക്കെ വലിയ ആൾക്കാരാണ്. പക്ഷെ ഞാൻ 3 പേര്. ഞാൻ പാട്ട് പാടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഒരു കൈയടിക്കുക, ഇവനായിരിക്കും കൈയടിക്കുക. സൂപ്പർ പ്രോത്സാഹന കമ്മിറ്റിയാണ്. അപ്പൊ അച്ഛനെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളാണോ ഭയങ്കരമായിട്ട്? ഞാൻ അറിയാൻ പറ്റൂല. നല്ല പാട്ട് ഇതാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യും. ഇപ്പൊ ചേട്ടനും ഇതുപോലെ ഷൂട്ടിലൊക്കെ ഇങ്ങനെ നല്ല തിരക്കായിട്ടുള്ള ഒരാളാണ്, നല്ല പോപ്പുലർ ഒരു ആക്ടറാണ്. അപ്പം ചേച്ചിയുടെ ഒരു പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരുന്നു? മീൻസ് എല്ലാം വട്ടം ചേട്ടൻ അവൈലബിൾ ആയിരിക്കത്തില്ലല്ലോ ചിലപ്പോൾ ഇതുപോലെ ഫംഗ്ഷൻസിനും എല്ലാത്തിനും. അപ്പൊ എങ്ങനെയാണ് ചേച്ചിക്ക് അത് മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റുന്നത്? ചെയ്തല്ലേ പറ്റൂ. കാരണം നമ്മളില്ലാത്തപ്പോ അവര് തന്നെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകും. എപ്പോഴും ഉണ്ടോ? ഇല്ലല്ലോ, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിരിക്കും. അപ്പൊ ചേച്ചി ഒറ്റയ്ക്ക് അങ്ങ് മാനേജ് ചെയ്ത് പോകും. പിന്നെ മൂത്ത രണ്ടുപേരുണ്ട്. അപ്പൊ അവര് ഒരാള് ബികോം കഴിഞ്ഞു, ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു ഫസ്റ്റ് ഇയർ. ഉണ്ടല്ലേ? ഫുഡ് കുറയ്ക്കുന്നതാണോ അതോ ഡയറ്റിംഗ് ആണോ? ഫുഡ് ആവശ്യത്തിന് കഴിക്കാന്നുള്ളത്. വേറെ കാര്യം, ഡയറ്റിംഗ് ഒന്നുമില്ല. നമ്മുടെ ഒരു നല്ല സമയം ഉണ്ടല്ലോ ഫുഡ് കഴിക്കണം, ആ സമയത്ത് ഇഷ്ടംപോലെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നിനോടും അങ്ങനെ ഒരു ക്രേസ് ഒന്നുമില്ല, എല്ലാം കഴിച്ചു. അപ്പം ജീവൻ നിലനിർത്താൻ വേണ്ടി കഴിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ വ്യൂവേഴ്സിന് എല്ലാരും കൂടെ ഒരു ഹാപ്പി ഓണം പറയാം. 1, 2, 3 അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് ഒരു ഡെസേർട്ട് കോമ്പറ്റീഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ 2 ഫേവറേറ്റ് കപ്പിൾസും അപ്പുറത്തും ഇപ്പുറത്തും നിപ്പുണ്ട്. നമ്മുടെ റെഫറി ആയിട്ട് നമ്മുടെ ഡയറക്ടർ രാജേഷിനെ അന്ന് ഇവിടെ നിർത്താണ്. പക്ഷെ ഇങ്ങനെയുള്ള പാചക പരിപാടി വേണ്ടായിരുന്നു, അതിലെപ്പോഴും ചേച്ചിയാണ് ജയിക്കാറുള്ളത്. എന്റെ പൊന്നു മോളെ, ഈ പറയുന്ന സാധനം ഒന്നും, ഈ ഡെസേർട്ടും കുസേർട്ടും ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, തിന്നിട്ട് മാത്രം. മഞ്ജുവിന്റെ എളിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. മഞ്ജു ഭയങ്കര കൈപ്പുള്ള ഒരാളാണ്. മഞ്ജു തീയിൽ കുരുത്തതാണ്, തീയിൽ വേവിക്കുന്ന കാര്യങ്ങൾക്കാണ് മിടുക്കി. ഇത് തീയില്ല, ഇത് തണുത്ത അങ്ങനെയാണെങ്കിൽ പോലും, അല്പനേരത്തേക്ക് ആണെങ്കിൽ പോലും ഞാൻ എന്റെ സൗമ്യയിൽ വിശ്വസിക്കുന്നു. തൊട്ട് പുറകെ ഉണ്ടാവും. നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ചോക്കോ ചിപ്സ്, നമുക്ക് ഖസ്ഖസ് ഉണ്ട്, ഐസ്ക്രീം, കണ്ടൻസ് മിൽക്ക് എവറിത്തിങ് ഇസ് ദെയർ. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാവോ അടിപൊളിയായിട്ട് ഉണ്ടാക്കണം. ഗ്യാസ് ഇല്ല, ഗ്യാസും ഇല്ല. നമുക്ക് കോഫി, മറ്റേ ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടായിട്ട് കോഫി ഇത് വെച്ചിട്ട് ഒരു ഡെസേർട്ട് ആണ് ഉണ്ടാക്കേണ്ടത്, ഒരു സ്വീറ്റ് ഡിഷ്. അപ്പൊ നമുക്കൊരു ഫാലുദ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെല്ലാത്തിനെയും യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ആരാണോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് അവരാണ് വിന്നർ. ഞങ്ങൾ വഴക്കുണ്ടാക്കാം, ഡെസേർട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിനക്ക് എന്തെങ്കിലും അറിയാനെങ്കിലും അറിയാവോ? കാര്യമുണ്ട്. ഇവന്റെ ഭാര്യ പറഞ്ഞു ഒന്നും അറിയില്ല കേട്ടോ മഞ്ജു, അതിനെ കൊണ്ട് പോവല്ലേന്ന് പറഞ്ഞു. അറിയാൻ പോലും അറിയില്ല. ഇവിടെ അറിയുമോ? ഞാൻ പറയുന്നതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞു തള്ളിയേക്കാം. ഒരു മിക്സി കിട്ടുമോ? എല്ലാം കൂടി ഇട്ട് ഒരു അടി അടിച്ചിട്ട് അങ്ങ് തരാം. ആദ്യം വെജാണോ നോൺ വെജാണോ തീരുമാനിക്കും. അതാണ്, കൈ ഒന്ന് മുറിച്ചിടരുത്. നോൺ വെജ് വരാൻ സാധ്യതയുണ്ട്. കൈ ഒന്ന് മുറിച്ചിടരുത്. പകുതി പൈനാപ്പിൾ തരാം, ഇച്ചിരി ഇത് തരുമോ? എണ്ണം കുറയ്ക്കാൻ വേണ്ടി അതിന്റെ ഇടയിൽ കൂടെ കഴിപ്പും കൂടെ അവിടെ നടക്കുന്നു. ഇവിടെ ഒരു നല്ല ഫാമിലി സ്പിരിറ്റ് നടക്കുന്നുണ്ട്. ഒരാൾ അങ്ങോട്ട് പൈനാപ്പിൾ കൊടുത്തു, ഇങ്ങോട്ട് ഒരാൾ വാട്ടർ മെലോൺ കൊടുത്തു. അതാണ് ടാലന്റ്. നമ്മളിവിടെ ഒരു കത്തി ടീം 1 ബൗൾ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വേഗം 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 വേഗം. ടീം കനകൻ ഭയങ്കരമായിട്ട് ഫ്രെട്ടി പോയി. ഓ ഇങ്ങനത്തെ പീസാക്കി ചിന്തിക്കണ്ടതാ. ക്ഷമിക്കണം, ഒരു ചോര പുരണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് നോൺ വെജ് ഡെസേർട്ട് ആണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീം. അപ്പൊ ഇനി നമ്മൾ കൗണ്ട് ഡൗൺ തുടങ്ങുവാണ്. നമ്മൾ വേറെ അവിടെ നിക്ക്. പാല് താ ഞങ്ങടെ
എടാ, വൃത്തികേട് പാല് വേണ്ട. ഇല്ലില്ല ഇട്ടോ, 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 ഇട്, 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 അവിടെ ഇട്. തീരാനായി, വേഗം, 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 നടക്ക്. ഇടാ അങ്ങോട്ട്. മുന്തിരി ഇടട്ടാ. ഇനി അരിയണ്ട. ടിക് ടിക് ഇനി ഫൈവ്. അരിയരുത്. ടിക് ഇനി ടിക് അരിയരുത്. ഫൈവ്. ഇനി അരിയരുത്. ടിക് ഇനി ടിക് അരിയരുത്. സെവൻ. എന്റെ വിരല് മാത്രം അയ്യോ ഉള്ളൂ. ഐസ്ക്രീം ഇട് ഐസ്ക്രീം ഒന്നും വേണ്ട. ഇട്ടോ, പോ. രക്ഷപ്പെട്. ഇതൊരു ഐസ്ക്രീം കൊണ്ടുവാ. ഇതാ, അരി കൊണ്ടുവാ. ഇത് പാലൊഴി. ഇത് പാലൊഴി. പാലൊഴി അങ്ങോട്ട്. ടിക് ടിക് ടെൻ. ഇട്, 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 ഞാൻ ലോകത്തിന്റെ പല രാജ്യങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു ഫലൂദ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതെ, ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെയാണ്. ത്. അയ്യോ അത് കഴിച്ച് വല്ലതും സംഭവിച്ചില്ലെങ്കിൽ ഓണം 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 സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ ഓണം സ്പെഷ്യൽ മാവേലി നാടുവാണിടും കാലം ആപത്തങ്ങാക്കു മുട്ടില്ല കാലം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡയറക്ടർ സർ ഇനി പറയാ ആരാണ് ഇതിൽ വിന്നർ. എന്തപ്പോ പറയാനുള്ളത്? ഞങ്ങള് ഈ ടീമാണ് നമ്മുടെ ടേസ്റ്റ് പോലും ചെയ്യാതെ ആ ടീമാണ് ആദ്യം തീർക്കുന്നത് ആരാണ് എന്നുള്ളതാണ്. അവര് പക്ഷെ ഫിനിഷ് ചെയ്ത് മാറി. എങ്ങനെയെങ്കിലും കണകുണ തീർത്താൽ മതിയെങ്കിൽ ഞങ്ങൾ തീർത്ത് അല്ല അത് അവരങ്ങനെ തന്നെയാണ് തീർത്തേക്കുന്നത്. അവരങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കണം. ഡെക്കറേഷൻ വിത്ത് ഡെക്കറേഷൻ ആണ് നമ്മൾ ചെയ്തത്. അതെ, ഇവിടെ കുറെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്, നല്ലതായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. വ്യത്യാസം എന്ന് വെച്ചാൽ അത് നേരത്തെ തീർത്ത് കഴിക്കാൻ പറ്റില്ല, ഇത് ലേറ്റായി തീർത്ത് കഴിക്കാൻ പറ്റും. നമുക്ക് വേണ്ട. ബുർജ് ഖലീഫയിൽ ലൈറ്റ് ഇട്ട പോലെ ഉണ്ട് ഡിസൈൻ ചെയ്ത് കണ്ടോ? അപ്പൊ നമ്മളുടെ ഫാലുദ ഡെസേർട്ട് പ്രിപ്പറേഷൻ സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് സദ്യ കഴിക്കാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഓണസദ്യ വിത്ത് അളിയൻസ് ഫാമിലിയും അവരുടെ ഒറിജിനൽ ഫാമിലി ആയിട്ട് ഇവിടെ ഫുള്ള് സെറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ എല്ലാം അളിയൻസ് ഫാമിലിയുടെ കംപ്ലീറ്റ് വക നമുക്കൊരു ഹാപ്പി ഓണം എന്ന് പറയാം. ഹാപ്പി ഹാപ്പി ഓണം.